ഗൈസ്, ഒരു ചെറിയ സൺഡേ വ്ളോഗ് എടുത്താലോ എന്ന് കുറേ കാലമായിട്ട് വിചാരിക്കാം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ബോറിംഗ് ആയിട്ടുള്ള നോർമൽ സൺഡേ ആണേ. എന്തായാലും കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അതായത് സാധാരണ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു 9-9:30 സമയമൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ എണീറ്റത് 7:30-ഒക്കെയാണ്. അതിനിടയ്ക്ക് അച്ഛൻ പാല് മേടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ലേസും ബൂസ്റ്റും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് ഉഴുന്ന് വടയും. പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പഠിക്കാനിരിക്കായിരുന്നപ്പോഴാണ്. കാരണം നാളെ പരീക്ഷയാണ്, ഇൻറ്റേർണൽ എക്സാമാണ്. പഠിച്ചില്ലെങ്കിൽ പണി പാളും. നമുക്ക് ടെക്സ്റ്റ് ഒന്നുമില്ല പഠിക്കാൻ. അപ്പോഴത്തേക്കും നമ്മളിതുപോലെ സിലബസൊക്കെ നോക്കി എഴുതിയിട്ട് അത് ഓരോന്നായിട്ട് നോട്ട്സൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. കുറച്ച് പാടാണ്, എന്നാലും നമ്മളത് സെറ്റാക്കും. ഇങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യം നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ വായിച്ച് പഠിക്കാൻ തുടങ്ങി. അതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ ടീച്ചർ തന്ന പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് ഞാനതങ്ങനെയൊക്കെ എഴുതി വെച്ച് വെണ്ടയ്ക്കാശ്വരത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ വായിച്ച് നോക്കുമ്പോൾ സെറ്റാവും. പക്ഷേ തീർന്നിട്ടൊന്നുമില്ല. അയ്യോ എല്ലാം കൂടെ പോയി. ഓക്കെ, ഈ ഒരു സംഭവത്തിൽ ഇനി ഇതും കൂടെ പഠിക്കണം. അപ്പോഴത്തേക്കും ആ ഒരു പോർഷൻ തീരും. ഇനിയും കുറേ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഇനിയും കുറേ ഉണ്ട്. അതൊക്കെ ഇനി പഠിക്കണം എന്തായാലും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉച്ച വരെ സമയം തള്ളി നീക്കി. അപ്പോഴത്തേക്കും ദേ അടിക്കുന്നു നല്ല പൊരിച്ച മീനിൻ്റെ മണം. അങ്ങനെ ഉച്ചയ്ക്കത്തെ ആഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട്, രസമുണ്ട്, പിന്നെ ഇത് നത്തോലി മീൻ പൊരിച്ചതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്തോന്നായിരുന്നു, മരിച്ചിനിയുണ്ട്. ഇത് ഏതോ ഒരു നത്തോലി അല്ലേ, ഇത് വേറെ ഏതൊരു മീനിൻ്റെ കറിയാണ്, തേങ്ങ അരച്ച് വെച്ച കറി. പിന്നെ ഇതെന്തോ ആ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ ഒരു തോരൻ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സീരിയൽ ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഭയങ്കര ഫേമസ് ഒരു സീരിയലായിരുന്നു. മോളിൽ എഴുതിയിട്ടുണ്ട് കേസ്. ഒരു സാധനമുണ്ട്. അവനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വയ്യ, അതുകൊണ്ട് അവ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നു. എൻ്റെ കൊച്ച് ഇനി മരുന്നൊക്കെ കൊടുക്കണം അല്ലേടാ. ഈ ക്യൂട്ട്നെസ്. ഇനി അവ അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോകും കേട്ടാ. ഭയങ്കര ക്യൂട്ടാണേ. എടുത്തതുപോലെ തന്നെ തിരിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ബുക്കും തുറന്ന് പഠിക്കാതിരിക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഉറക്കം വന്ന് വീഴാറായപ്പോൾ ഞാൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. ബാക്കിയുള്ളതും കൂടെ പഠിക്കാം, അപ്പോഴത്തേക്കും ഒരു സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് ഇനി ബാക്കി പഠിക്കാനുള്ളത്. ഇതല്ല, ഇത് തൊട്ട് ഇനി പഠിക്കാറുണ്ട്. പഠിച്ചിട്ട് ബാക്കി കാര്യം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ ഒരാൾ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലൊക്കെ അതങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിൽക്കുന്ന ദിവസം സമയം നല്ല എക്സ്പ്രസ് ട്രെയിൻ പോലെ ഭയങ്കര ഫാസ്റ്റാണ്. എന്നാൽ കോളേജിൽ പോണ ദിവസമാണെങ്കിൽ എഴഞ്ഞെഴിഞ്ഞ് ആമയെ പോലെയാണ് സമയം. വൈകുന്നേരം ആയപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ചായയല്ല, കോഫിയാണ്. ഇവിടെ എല്ലാവർക്കും ഫസ്റ്റ് പ്രിഫറൻസ് കോഫിയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ചായ. ഓരോരുത്തരുടെ കപ്പ് എടുത്ത് കൊടുക്കലാണ് എൻ്റെ പരിപാടി. അമ്മയാണ് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പഞ്ചസാരയൊക്കെ ഇടുന്നതും പിന്നെ ചായ ഒഴിക്കുന്നതൊക്കെ അമ്മയാണ്. കാരണം ചിലപ്പോൾ ഈ ചൂട് ഒഴിക്കുമ്പോഴത്തേക്കും ദേഹത്തെങ്ങാനും വീണാലോ എന്നുള്ളതാണ് എൻ്റെ പേടി. ചായയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്ലാസ് കൊടുത്തുകൊണ്ട് ഞാൻ പോയി. ഇതിൻ്റെ കൂടെ എന്താ സ്നാക്കെന്ന് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. രാവിലത്തെ ലേസ് ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോഴതാണ്. അതിനിടയ്ക്ക് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. പിന്നെ ദോശയും കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങി.